നമസ്കാരം. ധനുഷ് PhDസിലേക്ക് ഏവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 005/2026. വിമൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് നടന്ന എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് പബ്ലിഷ് ചെയ്ത പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, രണ്ടാമത്തെ മാത്രം, പ്രാചീന മലയാളം ആദി ഭാഷ. പ്രാചീന മലയാളം ആദി ഭാഷ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, പ്രാചീന മലയാളം ആദി ഭാഷ. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ആനി ബസന്റ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, വിക്രം മിശ്രി. ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. 1904 ഗാന്ധിജി ദർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? 1904 ഗാന്ധിജി ദർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് 1904 ഗാന്ധിജി ദർബനിൽ നിന്നും ആരംഭിച്ച പത്രം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ബന്ധപ്പെടുത്തി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ആൻസർ നടന്ന വർഷം 1776. പാരീസ് ഉടമ്പടി നടന്ന വർഷം 1783. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789. ബോസ്റ്റൺ ടീ പാർട്ടി 1773. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776. പാരീസ് ഉടമ്പടി 1783. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ എ, 1945 ഒക്ടോബർ 30. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് 1945 ഒക്ടോബർ 30. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? ആൻസർ ഓപ്ഷൻ ബി, ചെനാബ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ചെനാബ് നദിക്ക് മുകളിലാണ്. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ട്രോപ്പോസ്ഫിയർ. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, NH44. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ആണ്. ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, നീലഗിരി കുന്നുകൾ.
ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് നീലഗിരി കുന്നുകൾ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം ആകുന്നു. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയാണ്. ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന പ്രസ്താവനയിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ 1, 2, 3 മൂന്നും ശരിയാണ്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3 മൂന്നും ശരിയായതാണ്. PC മഹലനോബിസ് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാംഖ്യ എന്ന ജേർണൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. PC മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മുന്നോട്ട് വെച്ചത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ 1, 2 പ്രസ്താവനകളാണ് ശരിയായവ. ലോക ബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതല്ല? ആൻസർ 2ഉം 3ഉം മാത്രമാണ്. ഓപ്ഷൻ എ. രണ്ടാമത്തത് സ്വകാര്യവൽക്കരണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കുള്ള വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. താഴെ പറയുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത്? സൈമൺ ജോൺസൺ. 2024 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് സൈമൺ ജോൺസൺ. 2024 സമ്പത്ത് ജോൺസൺ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്?
ആൻസർ ആർട്ടിക്കിൾ 16(4). താഴെ തന്നിരിക്കുന്നവയിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇതിൽ തെറ്റായത് ഏതാണ്? മൂന്നാമത്തേതാണ് തെറ്റായത്. ആൻസർ ഓപ്ഷൻ ഡി, മൂന്നാമത്തേതാണ് തെറ്റായത്. ഓക്കെ. മാൻഡമസ് നമുക്കറിയാം, ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ വരുന്ന കേസാണെന്ത്, വരുന്ന കാര്യമാണെന്ത്? മാൻഡമസ്. കർത്തവ്യം ചെയ്യാത്തപ്പോൾ, കടമ നിറവേറ്റാത്തപ്പോൾ. കോ വാറന്റോ എന്താണ്? ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്തിരിക്കുമ്പോൾ വരുന്ന കാര്യമാണെന്ത്? കോ വാറന്റ് ചെയ്യുന്നു അവരെ എന്ന് പറയാം. അർഹതയില്ലാത്തൊരു സ്ഥാനത്തിരിക്കുമ്പോൾ അവരെ വാറന്റ് അടിച്ചു കൊണ്ടുപോകുന്നു. ഹെബിയസ് കോർപ്പസ് അനധികൃത വീട്ടുതടങ്കൽ, ശരീരം ഹാജരാക്കുക എന്നുകൂടി പറയും. ഹെബിയസ് കോർപ്പസ് അനധികൃത വീട്ടുതടങ്കൽ ഇരിക്കുമ്പോൾ, തടങ്കൽ ഇരിക്കുന്ന ആൾക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന റിട്ട് ഹർജിയാണെന്ത്? ഹെബിയസ് കോർപ്പസ്. മാൻഡമസ്, ഹെബിയസ് കോർപ്പസ്, കോ വാറന്റ്, അത് മൂന്നും നോക്കുക എല്ലാം കൂടി. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ, ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഉത്തർപ്രദേശ്, തെലുങ്കാന. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പി.കെ. തുങ്കൻ കമ്മിറ്റി. പി.കെ. തുങ്കൻ കമ്മിറ്റി. തദ്ദേശം, തുങ്കൻ കമ്മിറ്റി. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? ആൻസർ 5. ആൻസർ 5. ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? കൺകറന്റ് ലിസ്റ്റ്. സാമൂഹിക സുരക്ഷ, സാമൂഹിക ഇൻഷുറൻസ് കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. എ, ബി, സി, ഡി ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ ഡി മറ്റു 3 പേരുടെ ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ, രാജീവ് കുമാർ, ബി, ജ്ഞാനേഷ് കുമാർ, സി, DY ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ 3 പേരും മൂവരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. ഡി പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരി ഉത്തരം? എ പറഞ്ഞത് ശരി, ബി പറഞ്ഞത് ശരി, സി പറഞ്ഞത് ശരി, ഡി പറഞ്ഞത് ശരി അല്ലെ? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ബി പറഞ്ഞതാണ് ശരി. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗമാകാൻ വേണ്ടി വരുന്ന അത്യാവശ്യ യോഗ്യതകൾ? ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉമാണ്. 1ഉം 3ഉം മാത്രം. ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം 3ഉം മാത്രം. ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ ഗവൺമെന്റുമായി ബന്ധമുള്ള കമ്മിറ്റികളാണ്. ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മീഷൻ. ലെ
തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകളാണ് നെൽവയൽ നികത്തുന്നത് തടയുന്നു, നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമന നടപടികൾ സ്വീകരിക്കുന്നു. ഒന്നുകൂടി, നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു, തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു, നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമന നടപടികൾ സ്വീകരിക്കുന്നു. രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, രണ്ടാമത്തെ മാത്രം. രാഷ്ട്രീയ വയോശ്രീ യോജന വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച്, വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ച്, വാക്കിംഗ് സ്റ്റിക്സ്, വീൽ ചെയർ തുടങ്ങിയവയൊക്കെ അല്ലെ. രാഷ്ട്രീയ വയോശ്രീ വയോജനങ്ങൾ, വയോശ്രീ യോജന, വയോശ്രീ. നെക്സ്റ്റ് വൺ, മനുഷ്യരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത്? ആൻസർ സൈനോ ഏട്രിയൽ നോഡ്, എസ് എ നോഡ്. ഈ എസ് എ നോഡ് എവിടെയാണ് കാണുക? ഹൃദയം അല്ലെ, ഹൃദയത്തിന്റെ ഭാഗത്താണ് അല്ലെ, ഓർക്കിളിന്റെ ഭാഗത്തായിട്ട് കാണുന്നതാണ് സിനോ ഏട്രിയൽ നോഡ്, സൈനോ ഏട്രിയൽ നോഡ്. എസ് എ നോഡ്, എ ഓർക്കിൾ. ഹൃദയത്തിന്റെ 4 അറകൾ, മുകൾ 2 ഓർക്കിളുകളും താഴെ 2 വെൻട്രിക്കിളുകളുമാണ്. ഓർക്കിളുകളും വെൻട്രിക്കിളുകളും ഉണ്ട്. ഹൃദയത്തിന് 4 അറകളാണുള്ളത്. ഏറ്റവും മുകളിൽ 2 ഓർക്കിളുകൾ എന്നാണ് പറയുക, ഓർക്കിളുകൾ എന്നാണ്. താഴത്തെയുള്ളത് വെൻട്രിക്കിളുകൾ. ഇവിടെ പേസ് മേക്കർ എന്താണെന്ന് പ്രത്യേകത എന്താണ് അതിൻ്റെത്? ഈ ഭാഗത്താണ് പേസ് മേക്കർ ഇരിക്കുക. ഇവിടെയുണ്ട് പേസ് മേക്കർ. പർപ്പീജി ഫൈബേഴ്സ് പറയുമ്പോൾ ഇങ്ങനെ ശാഖകളായിട്ടൊക്കെ പോകുന്നുണ്ട്. പേസ് മേക്കറിന്റെ ധർമ്മം എന്താണ്? ഹൃദയ പ്രവർത്തനത്തിന്റെ വേഗത നിർണ്ണയിക്കുന്നത് സിനു ഏട്രിയൽ നോഡാണ്. അതുകൊണ്ടാണ് ഇതിനെ പേസ് മേക്കർ എന്ന് വിളിക്കുക. ഹൃദയ പ്രവർത്തനത്തിന്റെ വേഗത, പൾസ് റേറ്റ്, വേഗത നിയന്ത്രിക്കുന്നത് സിനു ഏട്രിയൽ നോഡാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ പേസ് മേക്കർ എന്നും വിളിക്കുന്നത്. അടുത്തത്, സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വിറ്റമിൻ ഡി. ഓപ്ഷൻ സി, വിറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അതിലുള്ള അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ത്വക്കിനടിയിലുള്ള കൊഴുപ്പിലാണ് എന്ത് ചെയ്യപ്പെടുക? ഈ വിറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുക. ത്വക്കിനടിയിലുള്ള കൊഴുപ്പിലാണ്, ആ ഫാറ്റിലേക്കാണ്, കൊഴുപ്പിലേക്കാണ് വിറ്റമിൻ ഡി അവിടെയാണ് നിർമ്മിക്കപ്പെടുക. ഓക്കെ, നെക്സ്റ്റ്, പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ വിഘടനം, ഡീകമ്പോസിഷൻ. വിഘടിപ്പിക്കുക. പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ എന്ന് പറയും, മൈക്രോ ഓർഗാനിസംസ് പറയുമ്പോൾ അതില് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എല്ലാം സൂക്ഷ്മാണുക്കളാണ്. ഇതിൽ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങളാക്കി മാറ്റാൻ കഴിയുന്നത് ആർക്കാണ്? വിഘാടകർക്കാണ്. വിഘാടകർ എന്ന് പറയുമ്പോൾ അത് ബാക്ടീരിയയും ഫംഗസും ഒക്കെ എന്താവാം? മണ്ണിൽ ലയിച്ചു ചേർന്ന വിഘാടകരാണ്. ഒരു മൃതശരീരം അല്ലെങ്കിൽ ഏത് ചത്തു പോയാലും അതിനെ വിഘടിപ്പിക്കുന്നത് ബാക്ടീരിയയും അല്ലെങ്കിൽ ഫംഗസും ഒക്കെ ചേർന്നിട്ടാണ് അതിനെ വിഘടിപ്പിക്കുക. അങ്ങനെ ഏറ്റവും ഒടുവിൽ ലയിച്ച് മണ്ണിലേക്ക് ചേരുന്നു. അവര് വിഘാടകരാണ്. അപ്പൊ അങ്ങനെ നടത്തുന്ന വിഘാടകർ, സൂക്ഷ്മജീവികളായ വിഘാടകർ നടത്തുന്ന
പ്രക്രിയക്ക് പറഞ്ഞ പേരെന്താണ്? വിഘടനം, ഡികമ്പോസിഷൻ എന്നാണ് പറയുക. ഡീകേ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് അലിയിപ്പിക്കുന്നു എന്നർത്ഥം. നമ്മൾ പഠിക്കും, ആഹാര ശൃംഖല പഠിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം അല്ലെ ഉൽപാദകർ വരുന്നുണ്ട്. ആദ്യം ഉൽപാദകർ ഉണ്ട്, ഉപഭോക്താക്കൾ വരുന്നുണ്ട്. അടുത്ത കാറ്റഗറി വിഘാടകരാണ്. ഉൽപാദകര്, ഉപഭോക്താക്കള്, വിഘാടകരാണ്. ഉൽപാദകർ അതിൽ ആഹാരം ഉണ്ടാക്കുന്നു, ഉപഭോക്താക്കൾ ഉണ്ടാക്കി വെച്ച ആഹാരം അല്ലെങ്കിൽ ഊർജം ഉപയോഗിച്ച് ഭോഗിക്കുന്നു അവര് അല്ലെ. അത് കഴിയുമ്പോഴാണ് എന്ത്? അതിന്റെ ലൈഫ് സ്പാൻ, ആയുസ് കഴിയുമ്പോൾ, ഒരു ജീവിയുടെ ആയുസ് കഴിയുമ്പോൾ അത് താഴെ വീഴുന്നു, അല്ല മരിച്ചു വീഴുന്നു, ചത്തുപോകുന്നു. ചെടിയായാലും മനുഷ്യനായാലും ജീവിയായാലും അല്ലെ, എല്ലാ ജീവികളും എന്ന് പറയുമ്പോൾ ജന്തുക്കളായാലും സസ്യങ്ങളായാലും അവരെയൊക്കെ തന്നെ മണ്ണിലേക്ക് തന്നെ സ്വയം ലയിച്ചു ചേരുക ചെയ്യുക. അതായത് അവര് വിഘാടകരാണ് എന്ന് പറയുന്ന ബാക്ടീരിയകളും ഫംഗസും അടങ്ങിയൊക്കെ വിഘാടകരാണ് എന്ത് ചെയ്യുക? മണ്ണിലേക്ക് ലയിപ്പിച്ചു ചേർക്കുക. ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് വിഘടനം എന്ന്. ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ക്ഷയരോഗം ആണ്. ക്ഷയരോഗം, ഡോട്ട്സ് അല്ലെ. അതിന്റെ ക്ഷയരോഗത്തിന്റെ വാക്സിൻ ആദ്യമേ എടുക്കുന്ന നമുക്കറിയാം, BCG ആണ് എടുക്കുക. ട്യൂബർക്കുലോസിസ്, പിന്നീട് നമുക്ക് ഡോട്ട്സ് ആണ് അതിന്റെ ചികിത്സ. രോഗം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, രോഗം നിർണയിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ള ചികിത്സാ രീതിയാണെന്ത്? ഡോട്ട്സ്. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ശൈലി. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? HIV. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ആണ് HIV വൈറസ്. HIV വൈറസ് എന്ന് പറയുമ്പോൾ അവ ശരിക്കും എവിടെയാണ്? നമ്മുടെ ശരീരത്തിലുള്ള ആന്റിബോഡീസ് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അവരാകുന്ന ലിംഫോസൈറ്റുകൾ അല്ലെ, അവരെയാണ് ആദ്യം ബാധിക്കുക. HIV എന്ന് പറയുമ്പോൾ ബോഡിയിലേക്ക് കയറുന്ന HIVs, അത് എയ്ഡ്സിന്റെ വൈറസ് ആണ്. ഇത് HIV എന്ന് പറയുന്നത് എയ്ഡ്സ് എന്ന രോഗം ഉണ്ടാക്കുന്ന വൈറസ് ആണ് HIV വൈറസ്, അതറിയാമല്ലോ. അപ്പൊ ഇവിടെ സെൽ എന്ന് പറയുമ്പോൾ പ്രത്യേക സെൽസ്, നമ്മുടെ ഓരോ കോശങ്ങളിലും, നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങളിലേക്കാണ് ആദ്യം എന്ത് വരിക? ഓരോ കോശങ്ങളിലേക്കും ഈ രോഗാണുക്കൾ എന്ന് പറയുന്ന ആന്റിജനുകൾ കയറി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന നമ്മുടെ ശരീരത്തിനകത്ത് എന്തുണ്ട്? ആന്റിബോഡീസ് ഉണ്ട്. ആന്റിജനെ പ്രതിരോധിക്കുന്നവരാണെന്ത്? ആന്റിബോഡീസ്. ആന്റിബോഡികളാണ് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്നത്. അതിൽ ആരാണ് പ്രധാന പങ്ക് വഹിക്കുക? ലിംഫോസൈറ്റുകൾ. ബ്ലഡിനകത്തുള്ള WBCയിലെ ഛേദരക്താണുക്കളിനകത്തുള്ള ലിംഫോസൈറ്റ് ആണ് അല്ലെ, അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ അവിടെ ഓരോ സെൽസിനെയും കേന്ദ്രീകരിച്ച് ഇമ്മ്യൂണിറ്റി നശിപ്പിക്കുന്നവരാരാണ്? HIV തന്നെയാണ്. എപ്പോഴും HIV തന്നെയാണ്. അവര് വന്നിട്ട് കയറി കഴിയുമ്പോൾ ഈ ലിംഫോസൈറ്റുകളെ അടക്കം എല്ലാത്തിനെയും അടക്കം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെല്ലിന്റെ ഓരോ കോശങ്ങളുടെയും പ്രവർത്തനം അങ്ങ് ഏറ്റെടുക്കും. അത് സെൽ മീഡിയേറ്റ് എന്ന് പറയുക. ഓരോ കോശങ്ങളിലെയും പ്രവർത്തനം ഈ വൈറസ്, HIV വൈറസ് അങ്ങ് ഏറ്റെടുക്കുന്നു. അങ്ങനെ നമ്മുടെ ബോഡിക്ക് ശരീരത്തിൽ നിയന്ത്രിക്കാൻ ഒക്കാത്ത വിധമാകുകയും HIV വൈറസ് ആണ് പിന്നീട് പെട്ടെന്ന് സ്പ്രെഡ് എല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്യും. അവർ കൺട്രോൾ എടുക്കുന്നു. ബാക്കി എല്ലാ അസുഖങ്ങളും ആ ശരീരത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ആർക്കും ഒന്നും ഈ ആന്റിബോഡീസുകളായ നമ്മുടെ ശരീരത്തിനകത്തുണ്ട് പൊതുവെ നേരത്തെ ഉണ്ടായിരുന്ന ആന്റിബോഡീസിനൊന്നും ഒന്നും ചെയ്യാൻ ഒക്കാത്ത വിധം HIV വൈറസ് കയറിക്കന്ന് എന്താവുന്നുണ്ട്? അവരങ്ങ് മേധാവിത്വം സ്ഥാപിക്കും. അതാണ് ഇവിടെ സെൽ മീഡിയേറ്റ് എന്നൊക്കെ പറയുക. അപ്പോ ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ആണെന്ത്? HIV. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻസർ രണ്ടും എതിർ ദിശയിലാണ്.
ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡം ഉള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? ആൻസർ 100 ന്യൂട്ടൺ. ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറാറ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരം? നോബൽ സമ്മാനം, ഭൗതിക ശാസ്ത്രം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് ഏതാണ്? ട്രിഷ്യം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിന്റെ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ബോയിൽ നിയമം. ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിന്റെ ലവണലായനിയുടെ pH മൂല്യമാണ് 7 കുറവ്? NH4Cl, അമോണിയം ക്ലോറൈഡ്. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ആൻസർ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. ക്വാണ്ടം ഡോട്ട്സ് ഒന്ന് വിട്ടത് കൊണ്ട് വലിയ ഉപകാരം അല്ലെ. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. വിദ്യ കൊണ്ട് അറിയാതെ വിദ്വാൻ എന്ന് നടിക്കരുത് ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധഭം. ഈ വരികൾ ആരുടേതാണ്? ആൻസർ പൂന്താനം നമ്പൂതിരി. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി എൽദോസ് പോൾ. എൽദോസ് പോൾ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ചിറയ്ക്കൽ, കണ്ണൂർ. അടുത്തത് തപ്പുകൊട്ടി മേളം ഒരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവി തുള്ളി കോലം തുള്ളലിലേക്ക് കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ. ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചുള്ളതാണ് ഈ വിവരണങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി പടയണി. പത്തനംതിട്ട ജില്ല പടയണി. മലയാളത്തിലെ പ്രശസ്തരായ ചില ആട്ടക്കഥാകൃത്തുകളെയും അവരുടെ ആട്ടക്കഥകളെയും ചുവടെ കൊടുക്കുന്നു. ഇവയിൽ ശരിയായി ചേർത്തെഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം നോക്കാം. കോട്ടയത്ത് തമ്പുരാൻ, കല്യാണ സൗഗന്ധികം, ഉണ്ണായി വാര്യർ, നളചരിതം. ലഘൂകരിക്കുക. 36 + 9 × 2/3 -5 സ്ക്വയർ. ആൻസർ ഓപ്ഷൻ സി 17 ആണ്. നെക്സ്റ്റ് വൺ. പി ക്യൂവിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ ക്യൂ പി എത്ര ശതമാനം ചെറുതാണ്? ആൻസർ ഓപ്ഷൻ എ 80%. ഈ ക്വസ്റ്റ്യൻ തെറ്റുണ്ടെന്നാണ്. നെക്സ്റ്റ്. എ ബി എന്നിവ 4:5 എന്ന അനുപാതത്തിലും ബി സി എന്നിവ 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ എ ആൻഡ് സി എന്നിവ ഏത് അനുപാതത്തിലായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി 8:15. രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവന്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്?
ആൻസർ 40 km/h. ഓപ്ഷൻ എ. ലഘൂകരിക്കുക 8^2/3 ഇൻറ്റു 27^2/3 ലഘൂകരിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി 36. തന്നിരിക്കുന്ന അനുപാതത്തിൽ നിന്ന് ചോദ്യചിഹ്നത്തിന് പകരം വരുന്ന സംഖ്യകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 28 ആണ്. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65-ാം ദിവസം ഏത് ആയിരിക്കും? ആൻസർ ഓപ്ഷൻ എ ബുധനാഴ്ച. വാച്ചിലെ മണിക്കൂർ സൂചി 7 മണി മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, 90 ഡിഗ്രി. അടുത്ത സംഖ്യ ഏതാണ്? 6, 12, 36, 144. ആൻസർ ഓപ്ഷൻ എ ആണ്, 720. തന്നിരിക്കുന്ന സംഖ്യകളിൽ വേറിട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 123. അടുത്തത്, ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഇഡിയം ബ്ലൂ ബ്ലഡ്. അതിന്റെ കറക്റ്റ് മീനിങ് എന്താണ്? ബ്ലൂ ബ്ലഡിന്റെ കറക്റ്റ് മീനിങ് എന്താണ്? ആൻസർ ആൻ അരിസ്റ്റോക്രാറ്റ്. ബ്ലൂ ബ്ലഡ് മീൻസ് ആൻ അരിസ്റ്റോക്രാറ്റ്. If I had known you were in hospital, I dash you. Answer option C. Would have visited. I would have visited you. Find out the correct answer. This is an achievement dash I am proud. Answer of which I am proud. This is an achievement of which I am proud. Report the following sentence. Don't touch me, he said to her. Report speech ആണ് ആക്കുക. Answer option C. He told her not to touch him. The thunder gradually dashed and its rumbling is heard far away beyond the village. Answer option B. Abates. Identify the antonym of the underlined word. The company made enormous profit last year. എനോർമസിന്റെ ആന്റോണിം എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. എനോർമസിന്റെ ആന്റോണിം എഴുതുക. എനോർമസ്, അതിന്റെ ആന്റോണിം ഏത് വാക്കാണ്? ഡിമിന്യൂട്ടീവ്. ഡിമിന്യൂട്ടീവ്. എനോർമസിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിമിന്യൂട്ടീവ്. DIMINUTIV. Diminutive. Identify the affirmative sentence. The boys do daring task. Nobody knows the answer. ക്വസ്റ്റ്യൻ ടാഗ് അല്ലെ. നോബഡി പറയുമ്പോൾ തന്നെ അവിടെ നോട്ട് ഉണ്ട് അതിനകത്ത്. ഇപ്പൊ സോ ആൻസറിലേക്ക് നോട്ട് വേണ്ട. നോസ് വരുമ്പോ നമുക്ക് എന്തറിയാം? നോസ് ദ ആൻസർ. ആൻസർ ഇവിടെ 68. ആൻസർ ഓപ്ഷൻ എ ആണ്, ഡു ദേ. നെക്സ്റ്റ്, ഡസ് ദേ ആണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടെന്ന് കമന്റ് ചെയ്യണം. ആരെങ്കിലും ഇംഗ്ലീഷ് പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ ഡസ് ദേ ഓർ ഡു ദേ. നോസ് ആണെങ്കിൽ ഡു ദേ. ഓക്കെ. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് വേർഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സൈമൾട്ടേനിയസ്. SIMULTANEOUS. simultaneous. TANEOUS. A person who studies stars and the universe. Astronomer. ശരിയായ പദം ഏതാണ്? ആൻസർ വൃഷ്ടി. ഓപ്ഷൻ ഡി. സമൃദ്ധം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി വിവൃതം. താഴെ പറയുന്നവയിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ലേഖകൻ
ലേഖക. തെറ്റായതാണ്. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം എന്താണ്? ആൻസർ ഓപ്ഷൻ സി അത്യന്താപേക്ഷിതം. ചേർത്തെഴുതുക ആ പ്ലസ് ആൾ. ആ പ്ലസ് ആൾ. അയാൾ. താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാണ്? ആൺമക്കൾ. ശരീരം എന്ന വാക്കിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണേ ശരിയുള്ളൂ. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? നന്നായി നമുക്കറിയാം അല്ലെ. ആൻസർ ഓപ്ഷൻ ബി അത്യധികം വിഷമിക്കുക. ജോലി കിട്ടാത്ത നമ്മൾ അത്യധികം വിഷമിക്കുക, ചക്രശ്വാസം വലിക്കാറുണ്ട് ഉറപ്പായിട്ടും. ഈ റാങ്ക് ലിസ്റ്റൂടെ വന്നു കഴിഞ്ഞിട്ട് അല്ലെ കിട്ടാത്തൊരവസ്ഥയിലൊക്കെ നമ്മൾ എത്തുമ്പോ ഇപ്പൊ വരും ഒരു വലിവായിരിക്കും. അത്യധികം വിഷമിക്കുക, അങ്ങനെയൊന്നും സംഭവിച്ചില്ല, ഉറപ്പായിട്ട് കിട്ടും. നെക്സ്റ്റ്, തിരിച്ച് ഇപ്പോ കഷ്ടപ്പെടുന്നതിന്റെ ഒരു 10 മിനിറ്റൂടെ കഷ്ടപ്പെട്ടാൽ അപ്പൊ കിട്ടും. ഇപ്പോ എത്രയാണോ നമ്മൾ കഷ്ടപ്പെടുക, അതിനോട് 10 മിനിറ്റൂടെ കഷ്ടപ്പെടാൻ തയ്യാറാവണം എന്നാണ്. തിരിച്ചെഴുതുക അത്യന്തം. ആൻസർ ഓപ്ഷൻ സി ആണ്. അതി പ്ലസ് അന്തം. പ്രിയാമ്പിൾ ശരിയായ മലയാള പരിഭാഷ ഏതാണ്? ആമുഖം. നെക്സ്റ്റ്, കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1991. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി മലപ്പുറം ജില്ലയിൽ. കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ സി 2. തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? ആൻസർ ഓപ്ഷൻ സി 0.6 മാസം. നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായ. ഓപ്ഷൻ എ ബൽറാം കുമാർ ഉപാധ്യായ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആൻസർ മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരം ആണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ആൻസർ ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നത്? മനുഷ്യാവകാശത്തിന്റെ നിർവചനത്തിന്റെ പരിധി. ആൻസർ ഓപ്ഷൻ എ വ്യക്തിയുടെ ജീവിതവും സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ ബി ആൻസർ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്നും പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്നും പുറത്താക്കാൻ അനുവദിക്കുന്നത്, അതായത് കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു, ആ കാലയളവിൽ പുറത്തുനിന്നുമുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു, അംഗം മാനസികമോ ശാരീരികമോ ആയ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു. അംഗത്തിന്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ, ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ
ആ അംഗത്തെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ വന്ന ആ അംഗത്തെ നമുക്ക് പുറത്താക്കാൻ അനുവദിക്കാം. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തലിൽ നിന്നും ഇളവ് നൽകുന്നു? ഓപ്ഷൻ സി, വകുപ്പ് 8.1. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8.1G പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തലിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. നെക്സ്റ്റ് വൺ, ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, പ്രധാനമന്ത്രി. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യക്തിയുടെ പകർപ്പവകാശം. അടുത്തത്, വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മേൽപ്പറഞ്ഞവ എല്ലാം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് ഏതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബുദ്ധി. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്, സൈക്കോളജി ലെവലിൽ അല്ലേ. ഫ്രോയിഡിന്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏതു ഘടകമാണ്? ആൻസർ ഓപ്ഷൻ ബി, ഈഗോ. ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനസ്തെറ്റിക് എന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഇതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭയം, സംഘർഷം, ചിന്ത. അഭിപ്രേരണ എന്നത് എന്തിനെ കുറിച്ച് ആണ്? ആൻസർ ഓപ്ഷൻ ബി, പ്രവർത്തിക്കാനുള്ള പ്രചോദനം. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും കാണാം. താങ്ക് യു. പ്ലീസ് സപ്പോർട്ട് മീ.